15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപമാണ് നമ്മൾ വായിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 15-ാമത്തെ അധ്യായം പുരുഷോത്തമ യോഗമാണ് വായിക്കുന്നത്. അപ്പോൾ ഈ അധ്യായത്തിന്റെ ആദ്യത്തിൽ തന്നെ ഭഗവാൻ ഈ മുഴുവൻ ഭൗതിക ലോകത്തെയും കേൾക്കാമോ? സൗണ്ട് ക്ലിയർ ആണ്? മുഴുവൻ ഭൗതിക ലോകത്തെയും ഭഗവാൻ ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഊർധമൂലം അധശാഖം അശ്വത്ഥം പ്രാഹു അവ്യയം. മുഴുവൻ ഭൗതിക ലോകത്തെയും വേദങ്ങൾ പഠിച്ച ഒരു വ്യക്തി എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഊർധമൂലം അധശാഖം. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്തെ ഛേദിച്ചു കളയണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. കാരണം എന്താണ്? ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ 17-14 ലോകങ്ങളെയും ചുറ്റി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കണം. വേദങ്ങൾ നമ്മളെ ഈ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പോകാനാണ് സഹായിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിനെ പുറത്തു കിടക്കാൻ നമ്മളെ വേദങ്ങള് സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കർമാണി ബന്ധീനി മനുഷ്യലോകേ. അപ്പോൾ വേദങ്ങളൊക്കെ പഠിച്ചാലും ഏവം ത്രയീധർമ്മം അനുപ്രപന്ന ഗതാഗതം കാമകാമാലഭന്റെ. വേദങ്ങളൊക്കെ പഠിച്ചാലും നമ്മൾ ഈ ഭൗതിക ലോകത്തിന്റെ വ്യത്യസ്ത ലോകങ്ങളിലേക്ക്, ഉയർന്ന ലോകത്തിലേക്കും താഴ്ന്ന ലോകത്തിലേക്കും അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി ഈ ഭൗതിക ലോകത്തിനെ ഛേദിച്ചു കളയണം. ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിനെ മുറിച്ചു മാറ്റണം. എങ്ങനെ മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞു? അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. വിരക്തി. ഈ ഭൗതിക ലോകത്തിൽ എനിക്ക് യഥാർത്ഥ സുഖം ലഭിക്കുന്നില്ല, ഇതെന്റെ യഥാർത്ഥ താമസ സ്ഥലമല്ല, ഇവിടെ ദുഃഖമാണ് ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് വിരക്തിയോടുകൂടി ഈ ഭൗതിക ലോകത്തിനെ ഛേദിച്ചു കളയണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ഛേദിച്ചു കളഞ്ഞാൽ പിന്നെ എല്ലാം ഇല്ലാതാകുമോ? എല്ലാം ഇല്ലാതാകുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ഒരിക്കലും തിരിച്ചു വരാത്ത പരമമായിട്ടുള്ള ധാമത്തിലേക്ക് പോകണം എന്നാണ് പറഞ്ഞത്. യസ്മിൻ ഗതാൻ ന നിവർത്തന്തി ഭൂയ. എവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരവില്ലയോ ആ സ്ഥലത്തേക്ക് പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ആ ഭഗവാനെ, പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കണം, ഭഗവാന്റെ സേവനം ചെയ്യണം എന്നാണ് ഭഗവാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മുക്തിക്ക് ശേഷം ശൂന്യതയെല്ലാം ഭഗവാനെ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കും, ഭഗവാന്റെ സേവനം ചെയ്യാൻ സാധിക്കും. നമ്മുടെ വ്യക്തിത്വം അതേപോലെ തന്നെ ബാക്കിയുണ്ടാകും. മുക്തിക്ക് ശേഷം നമ്മൾക്ക് പ്രവൃത്തിയുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി എങ്ങനെയുള്ളവർക്കാണ് ആ ഭഗവാന്റെ ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുന്നത്? അതിനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നും അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ ആർക്കൊക്കെയാണ് ഭഗവാനെ തിരിച്ചു പോകാൻ സാധിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. മാനം, മോഹം എന്നിവയിൽ നിന്നും മുക്തരായവർ. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിർമാന മോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേ വിമുക്ത സുഖദുഃഖ സംജ്ഞേ ഗച്ഛന്തി അമൂഢ പദമവ്യം തത്. നിർമാനമോഹം അല്ലെ? മാനം, മോഹം. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണയാണ്. എന്താണ് മോഹം? ഈ ലോകത്തിൽ തന്നെ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം, ഈ ഭൗതിക പ്രകൃതി എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ഞാനാണ് നിയന്ത്രിക്കുന്ന വ്യക്തി, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കും. ഇതാണ് മോഹം. മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ അല്ലെ? ഈ പ്രകൃതി എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ഞാൻ വിചാരിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കും, എനിക്ക് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും, എന്റെ പദ്ധതികളൊക്കെ അനുസരിച്ച്
എനിക്ക് ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് മോഹം. അതൊരു തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ പ്ലാൻ അനുസരിച്ചിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്, ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഭഗവാൻ പറയുന്നത് മയാധ്യക്ഷേണ പ്രകൃതി, എന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത്. പക്ഷെ മോഹത്തിൽപ്പെട്ടവരെന്ന് വിചാരിക്കണം എന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പ്രകൃതി പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും വിചാരിക്കുക. ആ തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തു കിടക്കണം. ഗച്ഛന്തി അമൂഢ, ആ വിഡിത്തരത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. പിന്നെ എന്താണ് മാനം? മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാൻ ബഹുമാനിക്കത്തക്ക ഒരു വ്യക്തിയാണ് അല്ലേ, ഞാൻ സമൂഹത്തിൽ ബഹുമാനം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരും എന്നെയാണ് ബഹുമാനിക്കേണ്ടത് എന്നുള്ളതാണ് മാനം. അതിൽ നിന്ന് പുറത്തു കടന്നു കഴിഞ്ഞാൽ എന്ത് ചിന്തിക്കും? എല്ലാവരും എന്നെയല്ല ബഹുമാനിക്കേണ്ടത്, എല്ലാവരെയും ഭഗവാനെയാണ് ബഹുമാനിക്കേണ്ടത്, എല്ലാവരും ഭഗവാനെയാണ് ബഹുമാനിക്കേണ്ടത്. കാരണം ഭഗവാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളതും ഈ ലോകത്തെ നിലനിർത്തുന്നതും ഭഗവാനാണ്. അതുകൊണ്ട് എല്ലാവരും ബഹുമാനിക്കേണ്ടത്, എല്ലാവരും ആരാധിക്കേണ്ടത് ഭഗവാനെയാണ് എന്ന് ആ മാനമോഹത്തിൽ നിന്ന് പുറത്തു കിടന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ് അമൂഢ എന്ന് പറയുന്നത്. എല്ലാ തെറ്റിദ്ധാരണകളിൽ നിന്നും പുറത്തു വരണം. അങ്ങനെ ആ തെറ്റിദ്ധാരണകളിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ജിതസംഗദോഷ. എങ്ങനെയാണ് തെറ്റിദ്ധാരണകളിൽ നിന്ന് പുറത്തു വരുന്നത്? ഈ ലോകത്തിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവ് എവിടുന്നാണ് കിട്ടുന്നത്? അത് നമ്മുടെ സംഘദോഷം മാറിക്കഴിഞ്ഞാലാണ് ഈ അറിവ് കിട്ടുന്നത്. സത്സംഗത്തിൽ വരുമ്പോഴാണ് ഈ അറിവ് കിട്ടുന്നത്. ഭഗവാന്റെ ഭക്തന്മാരിലൂടെയാണ് ഈ അറിവ് കിട്ടുന്നത്. ആ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ടിരിക്കും. അധ്യാത്മനിത്യ, ഭഗവാന്റെ സേവനത്തില് മുഴുകിയിരിക്കും. ഇങ്ങനെ സത്സംഗത്തിൽ വന്ന് ഈ ലോകത്തിനെ കുറിച്ചും ഭഗവാനെ കുറിച്ചും മനസ്സിലാക്കി തെറ്റിദ്ധാരണകളൊക്കെ മാറി ഭഗവാന്റെ സേവനം ചെയ്യാൻ തുടങ്ങുന്നവരാണ് മുക്തി നേടി ആ പരമപദമായിട്ടുള്ള ഭഗവാന്റെ തിരിച്ചു പോകാൻ യോഗ്യരായിട്ടുള്ളവർ എന്ന് ഭഗവാൻ പറയുന്നു. നിർമ്മാണ മോഹ ചിതസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വേ വിമുക്തി സുഖദുഃഖ സംജ്ഞ ഗച്ഛന്തി അമൂഢ പദം അഭ്യയം. ഇവിടെ ഭഗവാൻ പറയുന്നത് പരമമായിട്ടുള്ള ലോകത്തിനെ കുറിച്ചാണ്. ഭഗവാൻ സ്വർഗത്തിനെ കുറിച്ചോ ഒന്നല്ല പറയുന്നത്, പരമമായിട്ടുള്ള പദം വിഷ്ണുപദത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് അല്ലെ. ഭഗവാൻ അങ്ങനെ സ്വർഗം നരകം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെ കുറിച്ചൊന്നുമല്ല സംസാരിക്കുന്നത്. സ്വർഗത്തിൽ പോകാനല്ല ഭഗവാൻ പറയുന്നത്. നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്വർഗത്തിൽ പോയാൽ തിരിച്ചു വരേണ്ടി വരും. ക്ഷീണേ പുണ്യേ മർത്തിലോകം വിശന്തി തേത്വം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്തിലോകം വിശന്തി. സ്വർഗത്തിൽ പോകുന്നത് വലിയ കാര്യമായിട്ട് ഭഗവാൻ പറയുന്നില്ല. കാരണം എന്താണ്? അത് താൽക്കാലികമാണ്. കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുണ്യം തീരുന്ന സമയത്ത് വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വരണം. ഇങ്ങനെ ഇവിടെ കിടന്ന് കറങ്ങാൻ വേണ്ടി ഭഗവാൻ ഒരിക്കലും നിർദ്ദേശിക്കുന്നില്ല. ബ്രഹ്മലോകത്ത് പോകാൻ പോലും ഭഗവാൻ പറയുന്നില്ല. ആ ബ്രഹ്മഭുവന ലോക പുനരാവർത്തിന അർജുന. കാരണം ബ്രഹ്മാവിനും ആയുസ്സുണ്ട്, ബ്രഹ്മാവിനും മരണമുണ്ട്. അപ്പം അങ്ങനെയുള്ള ലോകത്തിലേക്ക് പോകാൻ ഭഗവാൻ പറയുന്നില്ല. മുഴുവൻ ഭൗതിക ലോകത്തിന്റെ പുറത്തു കിടക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറയുമ്പോൾ ചെറിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾക്ക് ഏറ്റവും നല്ലത് എന്താണോ അതാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അതാണ് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. ഏറ്റവും ശ്രേയസ്കരമായത് എന്താണ്, അതെനിക്ക് പറഞ്ഞു തരണം എന്നാണ് ആദ്യം തന്നെ അർജുനൻ പറഞ്ഞിട്ടുണ്ടായത്. ശ്രേയസ്യ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യദേഹം ഷാതിമാത്വാം പ്രപന്നം. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ് അത് അങ്ങ് പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഭഗവാൻ പറയുമ്പോൾ ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഭഗവാന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാനാണ് ഭഗവാൻ പറയുന്നത്. ഒരു ജീവന് വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്ലാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോകണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ട യാതൊരു ആവശ്യവുമില്ല. അതിന്റെ ക്വാളിറ്റീസ്, അതിനാവശ്യമായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഭൗതിക ലോകത്തിനോട് വിരക്തി ഉണ്ടായിരിക്കണം. ഈ ഭൗതിക ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള തെറ്റിദ്ധാരണയിൽ നിന്നും പുറത്തു വരണം. ഭൗതിക ആഗ്രഹങ്ങൾ ഇല്ലാതാവണം.
അത് ഭഗവാന്റെ സേവനത്തിലൂടെയാണ് ആ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളൊരു സൂചന ആ ലോകത്തിനെ കുറിച്ച് ഭഗവാൻ നൽകുന്നുണ്ട്. അത് അടുത്ത ശ്ലോകത്തിലാണ് ഭഗവാൻ പറയുന്നത്, 6ാമത്തെ ശ്ലോകം. അതാണ് നമുക്ക് വായിക്കാനുള്ളത്. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. പരമമായിട്ടുള്ള ഭഗവാന്റെ ധാമത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ വിവരിക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വിശദീകരണം ശ്രീലപ്രഭാകരൻ നമുക്ക് നൽകുന്നുണ്ട്. അത് വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. ആരാണ് വായിക്കുന്നത്? കൃഷ്ണ പ്രഭുജി വായിക്കട്ടെ. ഗീതമാതാജി വായിച്ചു. ന തത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദി. പരമമായ എന്റെ ആവാസസ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ഭാവാർത്ഥം: പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസസ്ഥാനത്തെ ഗോലോക വൃന്ദാവനമെന്ന കൃഷ്ണലോകത്തെ ഇവിടെ വർണ്ണിക്കുന്നു. പരവ്യോമത്തിൽ സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം പരത്തേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശങ്ങളത്രേ. ഈ വിശ്വത്തിൽ സൂര്യന് മാത്രമേ സ്വയം പ്രകാശമുള്ളൂ. പരവ്യോമത്തിലെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശിതങ്ങളാണ്. വൈകുണ്ഠങ്ങളെന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളുടെ ഉജ്ജ്വല പ്രകാശമാണ് പരവ്യോമം. ഇത് ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രഭാപൂരം പൊഴിയുന്നത് കൃഷ്ണലോകമെന്ന ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. ഈ പ്രഭാപൂരത്തിന്റെ ഒരു ഭാഗം മഹത്തത്വമെന്ന ഭൗതിക പ്രപഞ്ചത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വെട്ടിത്തിളങ്ങുന്ന ഭൂരിഭാഗവും വൈകുണ്ഠമെന്നറിയപ്പെടുന്ന ആധ്യാത്മിക ലോകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവയിൽ സുപ്രധാനമാണ് ഗോലോക വൃന്ദാവനം. ഇരുളടഞ്ഞ ഈ ഭൗതിക ലോകത്തിൽ ജീവസത്തയുടെ ജീവിതം ബദ്ധമാണ്. കീഴ്മേലായി നിൽക്കുന്ന ഈ മായാവൃക്ഷത്തെ ഛേദിച്ച് പരമവ്യോമത്തിലെത്തിയാൽ അയാൾ മുക്തനായി. പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമേയില്ല. ബന്ധനാവസ്ഥയിലിരിക്കെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉടമയെന്ന് അഭിമാനിച്ചാലും സ്വതന്ത്രാവസ്ഥയിൽ ആത്മാവ് ആധ്യാത്മിക സാമ്രാജ്യത്തിലെത്തി ഭഗവാന്റെ സഹചാരിയായിത്തീരുന്നു. ശാശ്വതാനന്ദവും ശാശ്വത ജീവിതവും പൂർണ്ണജ്ഞാനവും നേടുന്നു. ഈ അറിവുകൊണ്ട് നാം പ്രചോദിതരാവണം. ഇതറിഞ്ഞ ഒരാൾക്ക് സത്യത്തിന്റെ തെറ്റായ പ്രതിച്ഛായയിൽ നിന്ന് സ്വയം പുറത്തു കടന്ന് ശാശ്വത ലോകം പ്രാപിക്കണമെന്ന ആഗ്രഹമുണ്ടാവണം. ഭൗതിക ലോകത്തോട് അതിയായ ആസക്തി ഉണ്ടെങ്കിൽ അത്ര വേഗം അതിനെ വിട്ടൊഴിയാനാവില്ല. കൃഷ്ണാവബോധ പ്രവർത്തനം കൊണ്ട് ക്രമേണ വിരക്തി വരാനുള്ള സാധ്യതയുണ്ട്. കൃഷ്ണാവബോധമുള്ള ഭക്തന്മാരുമായി സഹവസിക്കുകയും അത്തരമൊരു സമൂഹത്തെ തേടി കണ്ടെത്തുകയും വേണം. അങ്ങനെ ഭക്തിയുത ഭഗവത് സേവനം പരിശീലിക്കണം. എന്നാൽ ഭൗതികതയോടുള്ള ആസക്തി മുറിച്ചു നിൽക്കാൻ കഴിയും. കാവി ഉടുത്തതുകൊണ്ട് മാത്രം ഭൗതികാകർഷണത്തിൽ നിന്ന് വിട്ടൊഴിയാൻ സാധ്യമല്ല. ഭക്തിയുത ഭഗവത് സേവന കർമ്മത്തിൽ ആസക്തി ഉണ്ടാവണം. യഥാർത്ഥ വൃക്ഷത്തിന്റെ തെറ്റായ പ്രാതിനിധ്യമാകുന്ന ബന്ധനത്തിൽ നിന്നൊഴിയാൻ 12ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെയുള്ള ഭക്തിയുത സേവനം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം. ഭൗതിക പ്രകൃതി എല്ലാ പ്രക്രിയകളെയും മലിനപ്പെടുത്തുന്നതെങ്ങനെയെന്ന് 14ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്തിപൂർവമായ ഭഗവത് സേവനം ഒന്നേ തികച്ചും അതീന്ദ്രിയമായുള്ളൂ. പരമം മമ എന്ന വാക്കുകൾക്കിവിടെ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ ഏതൊരു മുക്കും മൂലയും പരമപുരുഷന്റേതു തന്നെ. എങ്കിലും പരമം, അതായത് 6 ഐശ്വര്യങ്ങളും തികഞ്ഞത് ആധ്യാത്മിക ലോകമത്രേ. അവിടെ വെയിലോ നിലാവോ നക്ഷത്രങ്ങളോ ആവശ്യമില്ലെന്ന് കഠോപനിഷത്തും പറയുന്നുണ്ട്. ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം. പരവ്യോമം മുഴുവൻ ഭഗവാന്റെ അന്തരംഗ ശക്തി കൊണ്ട് തന്നെ പ്രകാശമാനമാണ്. ആ പരമധാനം
സമർപ്പണത്താലല്ലാതെ മറ്റൊരു വഴിയിലൂടെയും ആർക്കും പ്രാപ്യമല്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ സ്വന്തം ലോകത്തിനെ കുറിച്ച് പറയുകയാണ്. ആ സ്വന്തം ലോകത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് ഒരു പ്രത്യേകത ഭഗവാൻ പറയുന്നത്? ഇന്നത്തെ ഭാസയിലെ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ പ്രകാശം ലഭിക്കുന്നതിന് സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സൂര്യന്റെയോ ചന്ദ്രന്റെയോ അല്ലെങ്കിൽ അഗ്നിയുടെയോ ഇലക്ട്രിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. വൈകുണ്ഠ ലോകത്തിനെ കുറിച്ചാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ശീലപ്രഭാതര ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, പരമം മമ, ഏറ്റവും ഉന്നതമായിട്ടുള്ള ലോകത്തിനെ കുറിച്ച് ഭഗവാൻ പറയുമ്പോൾ അത് വൈകുണ്ഠ ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗോലോക വൃന്ദാവനത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ സ്വന്തം ധാമത്തിന്റെ പേര് ഇവിടെ ശീലപ്രഭാതര വെളിപ്പെടുത്തുന്നുണ്ട്. ഗോലോക വൃന്ദാവൻ. ഗോലോക വൃന്ദാവനത്തിനെ കുറിച്ചാണ് പരമം മമ എന്ന് ഭഗവാൻ പറയുന്നത്. അത് വൈകുണ്ഠ ലോകത്തിന്റെ ഒരു ഭാഗമാണ്. വൈകുണ്ഠ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ലോകമാണ് ഗോലോക വൃന്ദാവനം. ആ ലോകങ്ങളുടെ പ്രത്യേകത എന്താണ് ഭഗവാൻ പറയുന്നത്? ന തദ് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക. അവിടെ പ്രകാശത്തിനായിട്ട് ഏതെങ്കിലും ഒരു പ്രകാശം പരത്തുന്ന ഒരു വസ്തുവിന്റെ ആവശ്യമില്ല. സൂര്യന്റെ ആവശ്യമില്ല, ചന്ദ്രന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ അഗ്നിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താണ്? അവിടെ സ്വാഭാവികമായിട്ടും പ്രകാശമുണ്ട്. അവിടെ പ്രകാശമുള്ള ലോകമാണ്, അവിടെ ഇരുട്ടുള്ള ലോകമല്ല. ശീലപ്രഭാതർ പറയുന്ന അവിടെ എല്ലാ വൈകുണ്ഠ ലോകങ്ങളൊക്കെ സ്വയം പ്രകാശിക്കുന്നതാണ്. എല്ലാ ലോകങ്ങളും സ്വയം പ്രകാശിക്കുന്നതാണ്. ഇവിടെയോ നമ്മുടെ ഭൗതിക ലോകത്തിലോ, ഈ ഭൗതിക ലോകത്തിൽ ഒരൊറ്റ ഗ്രഹത്തിനെ സ്വയം പ്രകാശമുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി സമയത്ത് ഇരുട്ട് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. സൂര്യന് മാത്രമേ സ്വയം പ്രകാശമുള്ളൂ. നമ്മുടെ വേദസാഹിത്യം അനുസരിച്ച് സൂര്യന് മാത്രമേ സ്വയം പ്രകാശമുള്ളൂ. ആധുനിക ശാസ്ത്രജ്ഞന്മാർ നക്ഷത്രങ്ങൾക്കും പ്രകാശമുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്നാണ് വേദസാഹിത്യം പറയുന്നത്. നക്ഷത്രങ്ങൾക്കും പ്രകാശം ഉണ്ടായിരുന്നെങ്കിൽ ഇതും വൈകുണ്ഠ ലോകം പോലെ രാത്രിയും ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മൾക്ക് മുഴുവൻ പ്രകാശം കാണാൻ സാധിക്കും. പക്ഷെ ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ സൂര്യന്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് ഭൗതിക ലോകത്തില് ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇരുട്ടാണ്. സൂര്യൻ മാത്രമേ പ്രകാശം നൽകുന്നുള്ളൂ. യച്ചക്ഷുരേഷ സവിത സകല ഗ്രഹാണ, എല്ലാ ഗ്രഹങ്ങൾക്കും പ്രകാശം നൽകുന്നത് സൂര്യഗോളമാണ്, സൂര്യനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ സ്വഭാവം, ഭൗതിക ലോകത്തിന്റെ സ്വഭാവം ഇരുട്ടാണ് എന്ന് പറയും. ശീലപ്രഭാതര് മഹത്തത്വം എന്ന് പറയുന്നുണ്ട് ഈ ഭാവാർത്ഥത്തില്. ഈ മഹത്തത്വം എന്ന് പറയുന്നത് മുഴുവൻ ആത്മീയ ലോകത്തിന്റെ ഒരു ചെറിയ ഭാഗത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. മുഴുവൻ ആത്മീയ ലോകവും പ്രകാശമുള്ളതാണ്. വൈകുണ്ഠ ലോകങ്ങളൊക്കെ പ്രകാശം ഉള്ളതാണ്. അവിടെയൊന്നും ഇരുട്ടില്ല. അതിന്റെ ഒരു ഇരുട്ട് നിറഞ്ഞ ഭാഗം, ഒരു ചെറിയ ഭാഗമാണ് മഹത്തത്വം എന്ന് പറയുന്നത്. ആ മഹത്തത്വത്തിനുള്ളിലാണ് എല്ലാ ഭൗതിക ലോകങ്ങളും ഉള്ളത്. ഇരുട്ട് നിറഞ്ഞ ലോകങ്ങളൊക്കെ അതിനകത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളും ആ ഇരുട്ട് നിറഞ്ഞ ആ ലോകത്തിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് വേദങ്ങളിൽ പറയുന്നത് തമസോമ ജ്യോതിർഗമ. ഈ ഇരുട്ട് നിറഞ്ഞ ഭാഗത്തു നിന്ന് നമ്മൾ പുറത്തേക്ക് പോകണം. കാരണം ഇരുട്ട് നമ്മൾക്ക് ഭയമുണ്ടാക്കുന്നതാണ്. ഇരുട്ടിൽ ജീവിക്കുന്നതല്ല നമ്മുടെ യഥാർത്ഥ സ്വഭാവം. നമ്മൾ പ്രകാശത്തിന്റെ മക്കളാണെന്ന് പറയും. പ്രകാശം എവിടെ നിന്നാണ് വരുന്നത്? പ്രകാശം ഭഗവാന്റെ ശരീരത്തിൽ നിന്നാണ് വരുന്നത്. അല്ല, എല്ലാ പ്രകാശത്തിന്റെ ഉറവിടം ഭഗവാൻ തന്നെയാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രഭാസ്മി ശശി സൂര്യയോ, സൂര്യചന്ദ്രന്മാർക്ക് പോലും പ്രകാശം ലഭിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ ഭഗവാൻ നേരിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഇരുട്ടുണ്ടാവുകയില്ല. അപ്പൊ ഭഗവാന്റെ ലോകത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഭഗവാൻ പറഞ്ഞത്, അവിടെ ഇരുട്ടില്ല.
അവിടെ പ്രകാശമാണുള്ളത്. പ്രകാശത്തിന് വേണ്ടി നമ്മൾ വേറെ ഒരു വസ്തുവിന്റെയും സഹായം നമുക്ക് ആവശ്യമില്ല. സൂര്യന്റെയോ ചന്ദ്രന്റെയോ ഒന്നും ആവശ്യമില്ല. അവിടെ നിറച്ചും പ്രകാശമാണുള്ളത്. വൈകുണ്ഠ ലോകങ്ങളിൽ ഇരുട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു. മാത്രമല്ല മറ്റൊരു കാര്യം എന്താണ് പറഞ്ഞത്? യത് ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യവുമില്ല. ഭഗവാന്റെ ലോകത്തിന്റെ പ്രത്യേകതയാണ്, അവിടെ നിന്ന് നമ്മളെ ആരും പുറത്താക്കുന്നില്ല. മറ്റേത് ലോകത്ത് പോയി കഴിഞ്ഞാലും ഒരു ചെറിയ സമയത്തേക്ക് മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ സാധിക്കൂ. ബ്രഹ്മലോകത്ത് പോയാലും അവിടെ ഒരു പ്രത്യേക സമയം, കാലയളവിലേക്ക് മാത്രമേ നമ്മൾക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. സ്വർഗത്തിൽ പോയാലും കുറച്ച് സമയം നിൽക്കാൻ സാധിക്കുള്ളൂ. ഭൂമിയിൽ വന്നാലും വളരെ കുറച്ചു നേരമേ നമ്മൾക്ക് നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലെ, ഭൂമിയിലുള്ള മനുഷ്യന്റെ ആയുസ്സൊക്കെ വളരെ ക്ഷണമാണ്, കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് ദേവന്മാർ പറയുന്നത്. കാരണം അവർക്ക് കൂടുതൽ ആയുസ്സുണ്ട്. അപ്പൊ അവർ നോക്കുന്ന സമയത്ത് മനുഷ്യന്റെ ആയുസ്സൊക്കെ ഒരു ക്ഷണമാണ്, ഒരു ക്ഷണം നേരെ മാത്രമേ ഉള്ളൂ. അല്ലെ, വന്യസന്തപ്ത ലോഹസ്താമ്പ ബിന്ദുനാം സന്നിപം മധ്യജന്മം ക്ഷണഭങ്കുരം. രാമായണത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പറയുന്നത് ക്ഷണഭങ്കുരം. ഒരു മിന്നലടിക്കുന്ന സമയം മാത്രമേ മനുഷ്യന്റെ ആയുസ്സുള്ളൂ. പക്ഷെ ഭഗവാന്റെ ലോകത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ ആയുസ്സിന് കണക്കില്ല, അവിടെ മരണമില്ല, അവിടെ നിന്ന് എങ്ങോട്ട് പോകേണ്ടയും ആവശ്യമില്ല. യത് ഗത്വാ ന നിവർത്തന്തേ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരും നമ്മളെ പുറത്താക്കുന്നില്ല. അത് നമ്മുടെ സ്വന്തം വസതിയായിട്ട് നമ്മൾക്ക് അവിടെ താമസിക്കാം. ഭഗവാന്റെ ധാമത്തിൽ തന്നെ താമസിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറിവ് നമ്മളെ ഭഗവാനിലേക്ക് പോകാനുള്ള ആഗ്രഹമുള്ളവരാക്കി മാറ്റണം. ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാൻ ആഗ്രഹമുള്ളവർക്ക് അവിടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ലോകത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? അവിടേക്ക് പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ആഗ്രഹം ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. എന്താണ് പ്രവൃത്തി? ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ് പ്രവൃത്തി. ഭഗവാന്റെ സേവനമൊക്കെ വളരെ ഈസിയാണ്. ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കീർത്തിക്കുക, അല്ലെ, ഭഗവാന് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്യുക, ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുക, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ ഭഗവാന്റെ സേവനമാണ്, വളരെ ഈസിയാണ്. സുസുഖം കർത്തുമവ്യ. ഇത് ചെയ്യുന്നവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു, ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാനുള്ള വഴിയും പറഞ്ഞു. ഈ ഭൗതിക ലോകത്തിലേക്ക് ഇനിയും വീണ്ടും വീണ്ടും ജനിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വീണ്ടും വീണ്ടും ജനിക്കാം. ഭഗവാന്റെ ലോകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. ഇപ്പൊ ചില ആളുകൾ പറയാറുണ്ട്, എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, അല്ലെ, എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, എല്ലാം ഇവിടെ തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ശിലപ്രഭാതർ പറയുന്നു, എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണെങ്കിലും ഭഗവാന്റെ സൃഷ്ടിയിലും വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഭഗവാൻ പരമമായിട്ടുള്ള ലോകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭഗവാന്റെ സൃഷ്ടിയെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ സൃഷ്ടിയിലും ഉന്നതവും താഴ്ന്നതും ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ട്. പരാശക്തി വിവിധൈവ ശ്രൂയതേ. ഭഗവാന്റെ എല്ലാ ശക്തിയും ഒരേപോലെയല്ല, വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്. അപ്പൊ ഭഗവാനും താഴ്ന്ന ശക്തിയുമുണ്ട്, ഉയർന്ന ശക്തിയുമുണ്ട്. അത് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 7ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈ ലോകം താഴ്ന്ന ശക്തിയെ കൊണ്ട് സൃഷ്ടിച്ചതാണ്. നമ്മളിപ്പോ ജീവിക്കുന്ന ഭൗതിക ലോകം താഴ്ന്ന ശക്തിയെ കൊണ്ട് സൃഷ്ടിച്ചതാണ്, അല്ലെ? ഭഗവാൻ അങ്ങനെ പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്താണ് ഭഗവാൻ പറഞ്ഞത്? ഈ ലോകം താഴ്ന്ന ശക്തിയാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട് 7ാമത്തെ അധ്യായത്തിൽ. ഇത് ഉയർന്ന ശക്തിയല്ല ഭഗവാൻ പറയുന്നത്. 7ാമത്തെ അധ്യായത്തില് 4ാമത്തെ ശ്ലോകം ഭഗവാൻ പറയുന്നത് എന്താണ്? ഭൂമിരാഭോ അനലോ വായു ഖം മനോബുദ്ധിരേവച അഹംകാരം ഇതിയമ്മേ ഭിന്നാ പ്രകൃതി അഷ്ടത. ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഭിന്നാ പ്രകൃതി, താഴ്ന്ന ശക്തി കൊണ്ടാണ്, ജഡവസ്തുക്കളെ കൊണ്ടാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെയുള്ള ജഡവസ്തുക്കളെ കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്.
ഇത് ഉന്നതമായിട്ടുള്ള ലോകമല്ല, ഭിന്ന പ്രകൃതിയാണ്, താഴ്ന്ന തരം ശക്തിയാണ്. ഇപ്പൊ ഇപ്പോൾ ഭഗവാൻ പറയുന്നത് പരമമായിട്ടുള്ള ലോകത്തിനെ കുറിച്ചാണ്, ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭഗവാന്റെ സൃഷ്ടിയെ കുറിച്ചാണ്, പരമമായിട്ടുള്ള ലോകത്തിനെ കുറിച്ചാണ്. അപ്പൊ ഭഗവാന്റെ സൃഷ്ടിയിലും എന്തുണ്ട്? വ്യത്യാസങ്ങളുണ്ട്, വൈവിധ്യങ്ങളുണ്ട്. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എല്ലാം സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഭഗവാൻ എല്ലാം സ്വീകരിക്കാം, ഭഗവാന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾക്ക് എല്ലാ ശക്തിയും ഒരേപോലെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള ശക്തിയാണ്. അപ്പൊ നമ്മൾക്ക് ആത്മീയ ലോകത്തിലാണ് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പൊ ആത്മീയ ലോകത്തിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ് നമുക്ക് ഭഗവാൻ നൽകുന്നത്. ഭാസേതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വ ന നിവർത്തന്തേ തദ്ധാമ പരമം. അവിടെ മുഴുവൻ പ്രകാശം നിറഞ്ഞ ലോകമാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട യാതൊരു ആവശ്യമില്ല. ശീലപ്രഭാതർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പരമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളത് എന്ന് പറയും. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉള്ളതാണ് ആ ലോകം. അവിടെ ഒന്നിനും ഒരു കുറവുമില്ല. ഷഡൈശ്വര്യ സമ്പൂർണമാണ് ആ ലോകം. ഭൗതിക ലോകം അങ്ങനെയല്ല. ഭൗതിക ലോകത്തിൽ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. ശരീരം നിലനിർത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെ? വളരെയധികം കഷ്ടപ്പെട്ടിട്ട് വേണം ശരീരം നിലനിർത്താൻ. എന്നാലും നമ്മൾ എത്ര കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവിടെ ദുഃഖങ്ങൾ, സുഖദുഃഖങ്ങൾ മാറി മാറി വരും. ദ്വന്ദ്ങ്ങൾ നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. അതടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും ഇവിടെ സുഖമായിട്ട് ആനന്ദപൂർവ്വം നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് താഴ്ന്ന പ്രകൃതി കൊണ്ടാണ്, ഭിന്ന പ്രകൃതി ജഡവസ്തുക്കളെ കൊണ്ടാണ് ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ആത്മീയ സ്വഭാവത്തിന് യോജിച്ചതല്ല, അല്ലെ? ആത്മീയ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധമുള്ളതാണ്. ആത്മീയ ലോകത്തിലെല്ലാം ബോധമുള്ളതാണ്, ഭൗതിക ലോകത്തിലെല്ലാം ജഡവസ്തുക്കളാണ്. ഇത് നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ലോകമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലോകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, തദ്ധാമ പരമം. അപ്പൊ ഇങ്ങനെ ഭഗവാൻ പറയാൻ എന്താണ് കാരണം? എല്ലാ ജീവാത്മാക്കളും അങ്ങോട്ട് തിരിച്ചു വരണം എന്നാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ലോകത്തിനെ കുറിച്ച് ഭഗവാൻ വെളിപ്പെടുത്തിയത്, എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വായിക്കാം. 7ാമത്തെ ശ്ലോകം. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. നമുക്ക് വിവർത്തനം ആവർത്തനം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മമ ഏവാംശോ ജീവലോകെ ജീവബോധ സനാതന മനഃഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. എന്റെ ശാശ്വതാംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുന്നു. ഭാവാർത്ഥം. ജീവസത്തയുടെ വ്യക്തിത്വം വെളിവാക്കുന്നു ഈ ശ്ലോകം. പരമപുരുഷന്റെ ചെറിയൊരംശമാണ് ജീവാത്മാവ് എന്നും അങ്ങനെ തന്നെ ഇരിക്കും ബദ്ധാവസ്ഥയിൽ വ്യക്തിഗത ഭാവം കൈക്കൊള്ളുന്നതാണെന്നും മുക്തി നേടിയാൽ പരമപുരുഷനിൽ ലയിച്ച ഭഗവാനുമായി താദാത്മ്യം പ്രാപിക്കുന്നുവെന്നും പറയുന്നത് ശരിയല്ല. ജീവൻ എന്നും അംശബോധനാണ്. സനാതന എന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. വേദങ്ങളനുസരിച്ച് ഭഗവാൻ അനേകം വിസ്തരണങ്ങളിലൂടെ ആവിർഭവിക്കുന്നുണ്ട്. അവയിൽ പ്രധാനമേറിയവയെ വിഷ്ണുതത്വമെന്നും 2ാം തരമായ മറ്റുള്ളവയെ ജീവാത്മാക്കൾ എന്നും പറയുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ വിഷ്ണുത്വമാണ് സ്വാംശം എന്ന് പറയുന്നവ, ഭിന്നാംശങ്ങൾ ജീവാത്മാക്കളും. സ്വാംശങ്ങളിൽ ശ്രീരാമൻ, നരസിംഹം, വിഷ്ണുമൂർത്തി എന്നിവരും വൈകുണ്ഠ ഗ്രഹങ്ങളിലുള്ള പ്രധാന ദേവന്മാരും ഉൾപ്പെടും. വിഭിന്നാംശങ്ങളായ ജീവാത്മാക്കൾ നിത്യദാസരാണ്. ഭഗവാന്റെ സ്വാംശങ്ങൾക്ക് വ്യക്തിഗതമായ ദൈവതാഭാവം എല്ലായ്പ്പോഴും ഉണ്ട്. അതുപോലെ ഭിന്നാംശങ്ങൾക്കുമുണ്ട് തനതായ വ്യക്തിത്വം.
അംശങ്ങൾ എന്ന നിലയിൽ ജീവാത്മാക്കൾ ഭഗവാൻ ഗുണാംശങ്ങളെയും ഉൾക്കൊള്ളുന്നു. അവയിലൊന്നാണ് സ്വാതന്ത്ര്യം. വ്യക്തിഗതാത്മാവെന്ന നിലയിൽ ഓരോ ജീവസത്തയ്ക്കും വ്യക്തിത്വമുണ്ട്. അതോടൊപ്പം പരിമിതമായ സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ജീവൻ ബദ്ധാത്മാവായി തീരുന്നു. സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് വേണ്ടും വിധമാണെങ്കിൽ അവയിൽ നിന്ന് മോചനം നേടാം. ഏതു വിധത്തിലും പരമപുരുഷനെ പോലെ ജീവാത്മാവിന് ഗുണങ്ങളാൽ ശാശ്വതത്വമുണ്ട്. മുക്തനായ ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിക്കടിമയല്ല, മറിച്ച് അയാൾ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ ഏർപ്പെടുന്നു. ബദ്ധമായ ജീവിതത്തിൽ ആ ജീവൻ ഭൗതികമായ ത്രിഗുണങ്ങൾക്ക് വശപ്പെടുകയും അങ്ങനെ പ്രേമപരിതമായ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യാൻ മറന്നുപോവുകയും ചെയ്തേക്കാം. അതിന്റെ ഫലമായി ഈ ഭൗതിക ലോകത്തിൽ തന്റെ ജീവിതം നിലനിർത്താൻ ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടവരും. എല്ലാ ജീവാത്മാക്കളും മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല, ഭൗതിക പ്രപഞ്ചത്തെ ഭരിച്ചു പോരുന്ന ബ്രഹ്മ വിഷ്ണു ശിവാദികളും പരമപുരുഷാംശങ്ങളാണ്. അവരാരും ക്ഷണിക നേരത്തേക്ക് മാത്രം പ്രത്യക്ഷീഭവിച്ചവരല്ല, ശാശ്വതരാണ്. കർഷതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ബദ്ധനായ ജീവൻ ഇരുമ്പ് ചങ്ങലകളാൽ കെട്ടപ്പെട്ടതുപോലെ മിഥ്യാഹങ്കാരത്തിന്റെ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൗതികയിലേക്ക് ജീവനെ മുഖ്യമായി പിടിച്ചുഴയ്ക്കുന്നത് മനസ്സു തന്നെ. മനസ്സ് സത്വഗുണ സമ്പന്നമായിരിക്കുക മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്യും. രജോഗുണഭരിതമെങ്കിൽ അവന്റെ കർമ്മങ്ങൾ ക്ലേശകരങ്ങളായിരിക്കും. തമസ്സിനടിമപ്പെട്ടിരുന്നാൽ താഴ്ന്നതരം ജീവികളുടെ പദവിയിലേക്ക് നീങ്ങും. ഇന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെടെ ഭൗതിക ശരീരം കൊണ്ട് ജീവാത്മാവ് സ്വയം ആവരണം ചെയ്തിരിക്കുകയാണെന്നും മോചനം നേടുമ്പോൾ ഈ കവചം നശിച്ച് ആത്മീയ ശരീരം അതിന്റെ വ്യക്തിഗതമായ കഴിവുകളോടെ പ്രത്യക്ഷപ്പെടുമെന്നും ഈ ശ്ലോകത്തിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. ബ്രഹ്മനിഷ്ഠ ഇതം ശരീരം മർത്യം അതിസൃജ്യ ബ്രഹ്മാഭിസമ്പദ്യ ബ്രഹ്മണ പശ്യതി ബ്രഹ്മണ ശൃണോതി ബ്രഹ്മണൈവേദം സർവം അനുഭവതി. ആദ്യം ദിനായന ശ്രുതി. ഒരാൾ സ്വശരീരം ത്യജിച്ച് ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കുക തന്റെ ആത്മീയ ശരീരം വീണ്ടും കൈക്കൊള്ളുന്നു. അതിലിരുന്നു കൊണ്ട് അയാൾക്ക് പരമപുരുഷനെ മുഖത്തോട് മുഖം കാണാനും സംവദിക്കാനും അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാനും കഴിയും. വസന്തി തത്ര പുരുഷ സർവേ വൈകുണ്ഠമൂർത്തയ എന്ന സ്മൃതിയുണ്ട്. ആധ്യാത്മിക ലോകങ്ങളിൽ എല്ലാവരും ഭഗവാന്റേതുപോലുള്ള ശരീരമുള്ളവരാണ്. ശരീരഘടനയിൽ വിവിധ വിഷ്ണു മൂർത്തികൾക്കും ജീവാത്മാക്കൾക്കും തമ്മിൽ വ്യത്യാസമില്ല. ഒരു തരത്തിൽ പറഞ്ഞ മുക്തനായ ജീവനെ ഭഗവത് കരുണയാൽ ഒരു ആധ്യാത്മിക ശരീരം ലഭിക്കുന്നു. ഏവാംശ ഭഗവാന്റെ ചെറിയ അംശങ്ങൾ എന്നതും വളരെ അർത്ഥവത്താണ്. പരമപുരുഷന്റെ ഒരു അംശം എന്നത് ഉടഞ്ഞ ഒരു ഭൗതിക വസ്തുവിന്റെ തണ്ട് പോലെയുള്ളതല്ല. ആത്മാവിനെ തുണ്ടുതുണ്ടാക്കാൻ വയ്യെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭൗതികമായി മനസ്സിലാക്കാവുന്ന ഒന്നല്ല ഇത്. ഭൗതിക പദാർത്ഥങ്ങളെ മുറിച്ച് കഷ്ണങ്ങളാക്കാം, കൂട്ടിച്ചേർക്കുകയും ആവാം. ആ പദ്ധതി ഇവിടെ അനുയോജ്യമല്ല. സനാതന എന്ന സംസ്കൃത പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചെറിയ അംശം ശാശ്വതമാണ്. 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട്. സർവജീവികളിലും പരമപ്രഭുവിന്റെ ചെറിയ അംശമുണ്ടെന്ന്. ദേഹിനോസ്മിൻ യഥാ ദേഹേ. ഈ ചെറിയ അംശം ശരീരത്തിൽ നിന്ന് മുക്തമാവുമ്പോൾ മുൻകാലത്ത് പരമവ്യോമത്തിൽ ആധ്യാത്മഗ്രഹത്തിൽ തന്റേതായിരുന്ന അഭൗതിക ശരീരം കൈക്കൊണ്ട് ഭഗവത് സന്നിധി പൂകി ആനന്ദിക്കുന്നു. സ്വർണത്തരികളോരോന്നും സ്വർണം തന്നെ എന്നതുപോലെ ഭഗവത് അംശങ്ങൾ എന്ന നിലയ്ക്ക് ജീവസത്തക്കൾ ഗുണം കൊണ്ട് ഭഗവത് സദൃശ്യങ്ങൾ തന്നെ എന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശ്രീരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. പ്രഭാതർ വ്യത്യസ്തമായിട്ടുള്ള പോയിന്റ്സുകൾ പറഞ്ഞു തന്നു. ഭഗവാൻ പറയുന്നു, മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന മനഃഷ്ടാനേന്ദ്രിയാണി പ്രകൃതിസ്ഥാനി ദർശതി. അപ്പോൾ നേരത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു. തദ്ധാമ പരമമമ, പ്രകാശമയമാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവിടെ സർവൈശ്വര്യ സമ്പൂർണമാണ് ഭഗവാന്റെ ധാമം എന്നൊക്കെ വിശദമാക്കി.
ശീലപ്രഭാതർ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നത് നമ്മളെ കുറിച്ചാണ്. നേരത്തെ ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ നമ്മളെ കുറിച്ചാണ്, ജീവനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ജീവനും ഭഗവാനും തമ്മിലുള്ള ബന്ധം. ഈ ലോകത്തിൽ ജീവൻ എന്താണ് ചെയ്യുന്നത്, ഇതാണ് ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഭഗവാനും നമ്മളുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ചാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നത്. എന്താണ് ബന്ധം? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. ഭഗവാൻ എന്റെ അംശമാണ്. ഈ എല്ലാ ജീവജാലങ്ങളും, എല്ലാ ജീവനും, എല്ലാ ജീവാത്മാക്കളും എന്റെ സ്വന്തം അംശങ്ങളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അംശമാണെന്ന് പറയുക മാത്രമല്ല, എത്ര കാലത്തേക്ക് ഇങ്ങനെ അംശമായിട്ട് ഇരിക്കും എന്നും ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. എത്ര കാലത്തേക്കാണ് അംശമായിട്ടിരിക്കുന്നത്? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. സനാതന എന്നാണ് പറയുന്നത്. സനാതന കാലത്ത്, അതായത് എല്ലാ കാലത്തും ജീവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശമാണ്. അല്ലെ, ചില ആളുകൾ പല സിദ്ധാന്തങ്ങളും പറയും. നമ്മൾക്ക് ഭഗവാനെ പോലെ ആവാം, നമ്മൾക്ക് സാധനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മായയിൽ നിന്ന് മുക്തനായി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഭഗവാൻ എന്ന് ചില ആളുകൾ പറയും. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ഭഗവത്ഗീത വ്യക്തമാക്കുന്നുണ്ട്. സനാതനമായിട്ട് എല്ലാ കാലത്തും നമ്മുടെ അവസ്ഥ എന്താണ്? ഭഗവാന്റെ അംശം എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് സനാതനമായിട്ട് ഭഗവാന്റെ അംശമാണ്. അപ്പൊ അംശം എന്ന് കേൾക്കുന്ന സമയത്ത്, ഒരു അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഭാഗം എന്നാണ് അർത്ഥം, ഒരു ചെറിയ ഭാഗം, അല്ലെ? ശീലപ്രഭാകര അംശത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭഗവാന്റെ ശരീരത്തിന്റെ ഒരു കഷ്ണമല്ല. അങ്ങനെയല്ല ഭഗവാന്റെ അംശം. ഭഗവാന്റെ അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വ്യക്തികളാണ്, പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണ് ഭഗവാന്റെ അംശങ്ങളെല്ലാം. അല്ല, ഈശവാസത്തിൽ പറയുന്നുണ്ട്, ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ അവശിഷ്യതേ. ഭഗവാനിൽ നിന്ന് വരുന്ന അംശങ്ങളൊക്കെ എങ്ങനെയാണ്? പൂർണ്ണമാണ്, പൂർണ്ണമായിട്ടും വ്യക്തികളാണ്. അല്ലെ, ഭഗവാന്റെ അംശം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കഷ്ണമാണ് വരുന്നത് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഭഗവാന്റെ അംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പോലെ തന്നെയുള്ള ഭഗവാന്റെ ചെറിയ അംശങ്ങളാണ്. അവര് വ്യക്തികളായിട്ടാണ് വരുന്നത്, പൂർണ്ണ വ്യക്തികളാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അംശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭഗവാന്റെ ഒരു ശരീരത്തിന്റെ ഒരു ഭാഗമല്ല അംശം. അപ്പൊ വ്യക്തികൾ തന്നെയാണ് അംശം എന്ന് പറയുന്നത്. രണ്ടു തരം വ്യക്തികളുണ്ടെന്ന് ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതത്തിൽ വിശദമാക്കിയിട്ടുണ്ട്. സ്വാംശങ്ങളും വിഭിന്നാംശങ്ങളും. സ്വാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തന്നെ നേരിട്ടുള്ള അംശങ്ങളാണ്. അവർ ഈശ്വരന്മാരാണ്, ഈശ്വരതത്വമാണ്, വിഷ്ണുതത്വമാണ്. ജീവൻ എന്ന് പറയുന്നത് വിഭിന്നാംശമാണ്, ഭഗവാന്റെ ചെറിയ അംശമാണ്. അവരൊരിക്കലും ഭഗവാനോട് തുല്യമാകുന്നില്ല. ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ആ വിഭിന്നാംശത്തിന്റെ, ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആ വിഭിന്നാംശത്തിന്റെ യഥാർത്ഥ മൂലസ്വരൂപം. ആ അംശത്തിനെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. എല്ലാ കാലത്തേക്കും ഈ ജീവാത്മാക്കളൊക്കെ ഭഗവാന്റെ തന്നെ അംശമാണ്. അവരൊക്കെ പൂർണ്ണ വ്യക്തികളാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? ഭൗതിക ലോകത്തിലേക്ക് വരും. ഭൗതിക ലോകത്താൽ ആകർഷിക്കപ്പെടുന്നവരാണ് ജീവാത്മാക്കൾ. അത് ജീവാത്മാവിന്റെ ഒരു സ്വഭാവമാണ്. ത്രിഗുണങ്ങളാൽ ഭൗതിക ലോകത്തിലേക്ക് ആകർഷിക്കപ്പെടാം. ത്രിഗുണങ്ങളിൽ പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ അധ്യായത്തിൽ 14ാമത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കി. സത്വഗുണത്തിൽ പെട്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് മനസ്സിലാക്കി. ജ്ഞാനം സുഖം കൊണ്ട് ബന്ധിതരാകും. ഇവിടെ തന്നെ സുഖമാണെന്ന് വിചാരിക്കും, ഭൗതിക ലോകത്തിൽ തന്നെ സുഖമാണെന്ന് വിചാരിക്കും. രജോ ഗുണത്തിലാണെങ്കിൽ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും, ആക്റ്റീവായിട്ട് കാര്യങ്ങൾ, ഭൗതിക പ്രവൃത്തികളൊക്കെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും, കഠിനമായിട്ട് അധ്വാനിക്കും രജോ ഗുണത്തിൽ. തമോഗുണത്തിലാണെങ്കിൽ മടിയന്മാരായിട്ടിരിക്കും, അലസന്മാരായിട്ടിരിക്കും. ഇങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തില്
വ്യത്യസ്ത ശരീരങ്ങളെടുത്ത് ത്രിഗുണങ്ങളാൽ ബന്ധിതരായിട്ട് ജീവിക്കുന്നത്. അതിനുള്ള അവസരം ജീവാത്മാവിനുണ്ട്. അപ്പോൾ ഭൗതിക ലോകത്തിലേക്ക് വരണമെന്ന് നിർബന്ധമില്ല. ആർക്കൊക്കെയാണോ ഭൗതിക ലോകത്തിലേക്ക് വരണമെന്ന് ആഗ്രഹമുള്ളത് അവർക്ക് ഭഗവാന്റെ സേവനം വിട്ട് ഈ ഭൗതിക ലോകത്തിൽ പ്രവർത്തിക്കാം. ഇനി തിരിച്ചു വേണമെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ സ്വാതന്ത്ര്യമുള്ളവരാണ് ഈ ജീവാത്മാക്കൾ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ എന്നാണ് അടുത്ത വരിയിൽ ഭഗവാൻ പറയുന്നത്. മനഃഷ്ടാണീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഈ ഭൗതിക ലോകത്തിൽ ഒരിക്കലും സുഖമായിട്ട് ഒരു ജീവാത്മാവിന് ജീവിക്കാൻ സാധിക്കുന്നില്ല. വളരെ കഷ്ടപ്പാടാണ്. ഈ ഭൗതിക ലോകത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, ശരീരം നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നമ്മൾ എന്താണ് ദിവസവും കഷ്ടപ്പെടേണ്ടി വരും. ശരീരം നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ കഷ്ടപ്പെട്ടാലും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അതാണ് ഭൗതിക ലോകത്തിന്റെ സ്വഭാവം. കർഷതി. ഇവിടെ നമ്മൾ കെട്ടിയിട്ടതുപോലെയാണ്. ഇവിടെ യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല. ഇവിടെ കെട്ടിയിട്ടതുപോലെയാണ്. ജീവാത്മാവിനെ ത്രിഗുണങ്ങൾ കൊണ്ട് കെട്ടിയിട്ട സ്ഥലമാണ് ഭൗതിക ലോകം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഭഗവാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ അറിയുന്നുണ്ടോ, ഭഗവാൻ എന്റെ ദുഃഖങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇവിടെ ഭഗവാൻ പറയുന്നു ഈ ഭൗതിക ലോകത്തിലെ എല്ലാവർക്കും ദുഃഖം തന്നെയാണ്. ഭൗതിക ലോകത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഭൗതിക ലോകം ദുഃഖത്തിന്റെ സ്ഥലമാണ്, ദുഃഖാലയം. അതിന്റെ പുറത്തേക്ക് വരാനാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. മനഃഷ്ടാണീന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. പ്രകൃതി നമ്മളെ തൊഴിച്ചുകൊണ്ടേയിരിക്കും. പ്രകൃതി നമ്മളെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ ലോകത്തിന്റെ പ്രത്യേകത. അപ്പോൾ ആരാണ് നമ്മളെ ഇവിടെ ബന്ധിക്കുന്നത് എന്നും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മനഃഷ്ടാണീന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. മനസ്സാണ് നമ്മളെ ഇവിടെ ബന്ധിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഉള്ളതെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ഭൗതിക ശരീരങ്ങൾ തന്നെ സ്വീകരിക്കേണ്ടി വരും. ഇച്ഛാദ്വേഷ സമുദ്രേന അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ജീവൻ ഭൗതിക ശരീരം സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും ഭഗവാൻ പറഞ്ഞു വെച്ചത് ഈ ലോകത്തിൽ ജീവാത്മാവിന് ബുദ്ധിമുട്ട് തന്നെയാണ്, കഷ്ടമാണ്. പ്രകൃതി സ്ഥാനി കർഷതി. ഇവിടെ കഷ്ടപ്പെടേണ്ടി വരും. മനസ്സാണ് അതിന് പ്രധാന കാരണം എന്നും ഭഗവാൻ പറയുന്നുണ്ട്. മനഃഷ്ടാണീന്ദ്രിയാണി. മനസ്സ് മാത്രമല്ല, മനസ്സിന്റെ നേതൃത്വത്തിലുള്ള ബാക്കി 5 ഇന്ദ്രിയങ്ങളും കൂടിയുണ്ട്. 5 × 6 ഇന്ദ്രിയങ്ങൾ. മനസ്സുൾപ്പെടെ 6 ഇന്ദ്രിയങ്ങൾ. ആ 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഇവിടെ ജീവൻ കഷ്ടപ്പെടുകയാണ്. അത് ഭഗവാൻ അറിയാം. ഭഗവാൻ അറിയാത്ത കാര്യമല്ല. ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ ജീവൻ കഷ്ടപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് പറഞ്ഞു തന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ ആരും ഉപദ്രവിക്കുന്നില്ല. അവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. ഭഗവാനെ സേവിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാം. എത്ര കാലം വേണമെങ്കിലും അവിടെ തന്നെ നിൽക്കാം. അപ്പൊ ഭഗവാൻ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീത ഭഗവാന്റെ ക്ഷണമാണ്, ഭഗവാന്റെ ക്ഷണപത്രമാണ്. അങ്ങോട്ട് വരണമെന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾ കഷ്ടപ്പെടുകയാണ്, അങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ഇരുന്ന് തന്നെ സുഖിക്കാമെന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കില്ല. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ദുഃഖം തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. മനഃഷ്ടാണീന്ദ്രിയാണി പ്രകൃതി സ്ഥാനി കർഷതി. ഇവിടെ എല്ലാ ജീവജാലങ്ങളും കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. പക്ഷെ മായാശക്തി കൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. മായാശക്തി കൊണ്ട് ഈ ദുഃഖങ്ങളൊക്കെ സ്വാഭാവികമാണെന്ന് നമ്മൾ വിചാരിക്കും. മായ നമ്മളോട് പറയും ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, സുഖം ദുഃഖം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ പറ്റിപ്പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മായ എന്ന് പറയുന്നത്. നമ്മൾ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിന് പരിഹാരം കണ്ടെത്താൻ മായ സമ്മതിക്കുന്നില്ല. ഈ ദുഃഖമൊക്കെ നമ്മൾ സ്വാഭാവികമാണ്, നമ്മൾ അനുഭവിക്കേണ്ടതാണെന്ന് നമ്മൾ വിചാരിക്കും. അതാണ് മായാശക്തി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ജീവൻ ഒരു ഭൗതിക ശരീരം സ്വീകരിക്കുന്നത് എന്നൊക്കെ അടുത്ത ശ്ലോകങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം.
ഈ രണ്ട് ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഈ രണ്ട് ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ഭഗവാന്റെ ലോകത്തിനെ കുറിച്ചാണ്. പരമമായിട്ടുള്ള വ്യോമം തദ്ധാമ പരമം മമ. ഏഴാമത്തെ ശ്ലോകത്തിൽ ജീവാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന. പിന്നീട് ഭൗതിക പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു. ഭൗതിക പ്രകൃതി നമ്മളെ കഷ്ടപ്പെടുത്തുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, ഈ അധ്യായത്തെ 15-ാം അധ്യായം എന്തിനാ നമ്മള് ഈ മരിച്ച് കിടക്കുമ്പോ ഒക്കെ വായിക്കാൻ